പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വിഘടനവാദി ഗ്രൂപ്പായ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 33 മരണം, 15 സുരക്ഷാ ജീവനക്കാരും 18 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. 5 ജില്ലകളിലായി 12-ലധികം ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടന്നു. ഓപ്പറേഷൻ ഹെറോഫ് ആരംഭിച്ചതായി BLA പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുകയാണ്. അജയ്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടാണ് ഈ ആക്രമണം എന്ന് പറയുന്നത്. രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നത് എത്രത്തോളം ഗൗരവമേറിയതാണ്? രഞ്ജിത്ത്, ഇതിനു മുമ്പേ ബലൂച്ച് ലിബറേഷൻ ആർമി ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലായി നടത്തിയിരുന്നു. ഈ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇതിപ്പോൾ അവർ ഒരു രണ്ടാമത്തെ തവണയാണ് നടത്തുന്നത്. ഓപ്പറേഷൻ ഹെറോഫിൻ്റെ രണ്ടാം ഘട്ടമായിട്ടാണ് അവർ ഇപ്പോൾ നടന്ന ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 10 മണിക്കൂറിനുള്ളിൽ 5 ജില്ലകളിലായിട്ട് 12 സ്ഥലങ്ങളിലാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും അവർ ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രങ്ങളെ, അതുപോലെ തന്നെ അവരുടെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെ കേന്ദ്രങ്ങളെ എല്ലാമാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ലക്ഷ്യമിട്ടത്. മാതൃരാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം എന്നാണ് അവർ ഈ ഒരു ആക്രമണത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ മൊത്തം 33 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതിൽ 15 സുരക്ഷാ ജീവനക്കാരും അതുപോലെ 18 സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നും നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 144 പേർ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വിഘടനവാദികൾ കൊല്ലപ്പെട്ടതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അജയ് സുധാ ബിജു, ഏതായാലും വലിയ ആക്രമണം പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് 9 കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.